ലോക രാഷ്ട്രീയത്തിലെ കൊള്ളരുതായ്മകളെയൊക്കെയും പരസ്യമായി വിമർശിക്കുവാൻ മുജീക്ക ഒരു മടിയും കാണിച്ചിരുന്നില്ല. ഉക്രൈൻ പ്രശ്നത്തിലെ തൻ്റെ വികാരക്ഷോഭം കൊണ്ട് അദ്ദേഹം വ്ളാഡിമിർ പുടിനെ നല്ല തെറി തന്നെ വിളിക്കുകയുണ്ടായി. മാധ്യമങ്ങളിലൂടെ നിങ്ങളൊക്കെ അത് വായിച്ചറിഞ്ഞാണ്. ടുപ്പമാരോസ് ഗ്രൂപ്പിലെ തന്നെ ഒരു അംഗമായിരുന്ന ലൂസിയ ടോപ്പോളാൻസ്കിയെ 2005 അദ്ദേഹം വിവാഹം ചെയ്തിരുന്നു. പക്ഷേ ആ ബന്ധത്തിൽ അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പ്രസിഡന്റായി ഇരിക്കുന്ന കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി അറിഞ്ഞു കഴിഞ്ഞാൽ ലോക നേതാക്കളൊക്കെ കണ്ണു തള്ളിപ്പോവും. തൻ്റെ സഞ്ചാരത്തിനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് 1987 ഫോക്സ് വാഗണും 60 വർഷത്തോളം പഴക്കമുള്ള ഒരു സൈക്കിളും ഒക്കെയാണ്. 2010 അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ മൂല്യം വെറും $1800 ആയിരുന്നു. എന്നാൽ ഉറുഗ്വേയിലെ ബുസ്കുഡെ എന്ന പത്രം ഈ കാറിന് $10 ലക്ഷം ഒരു സഹായമായി വാഗ്ദാനം ചെയ്യുന്നു. ആ പണവും അദ്ദേഹം ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റുമായി വിനിയോഗിക്കുകയായിരുന്നു. മുജീക്കയുടെ മതവിശ്വാസത്തിൻ്റെ കാര്യമെടുത്താൽ പ്രകൃതിയിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. എന്നാൽ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളിൽ കൈകടത്തുവാനും അദ്ദേഹത്തിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പ്രസിഡന്റ് പദത്തിലിരിക്കുമ്പോൾ തനിക്ക് കിട്ടിയ $12,000 ശമ്പളത്തിൽ നിന്നും 90% അദ്ദേഹം സമൂഹത്തിലെ താഴേക്കിടയിൽ ജീവിക്കുന്ന ജനങ്ങളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ചാരിറ്റി സംഘടനകൾക്ക് സംഭാവനയായി നൽകിയിരുന്നു. വളരെ തുച്ഛമായ വരുമാനത്തിൽ ചെറിയ വീട്ടിൽ നന്നായി അധ്വാനിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു രാജ്യത്തെ പ്രസിഡന്റ് അത് ജോസ് മുജീക്ക മാത്രമേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ പ്രസിഡന്റ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുജീക്ക പക്ഷേ തൻ്റെ രാജ്യത്തെ ഏറ്റവും സമ്പുഷ്ടമാക്കി എന്ന കാര്യവും വിസ്മരിച്ചുകൂടാ. എല്ലാ ലോക നേതാക്കളും പിന്തുടരേണ്ടുന്ന ഉദാത്തമായ ഒരു ജീവിതം. എന്നാൽ 2024 ഒരു വൈദ്യപരിശോധനയിൽ മുജീക്കയ്ക്ക് അന്നനാള ക്യാൻസർ സ്ഥിരീകരിക്കപ്പെട്ടു. കഴിഞ്ഞ ജനുവരിയോടുകൂടി രോഗം കരളിനെയും ബാധിച്ചു. ഇനി രക്ഷ ഇല്ല എന്ന് പൂർണ്ണമായി മനസ്സിലാക്കിയതിന് ശേഷം ചികിത്സയിൽ നിന്നും അദ്ദേഹം പിന്മാറുന്നു. മെയ് 12 രോഗം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി. പരിചരണത്തിനൊക്കെ വിധേയമായി അദ്ദേഹം മോണ്ടിവീഡിയോയ്ക്കടുത്തുള്ള തൻ്റെ ഫാം ഹൗസിൽ ആയിരുന്നു. 2025 മെയ് 13 ജോസ് മുജീക്ക ഭൗതികമായി അവസാനിച്ചു.